പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായോരസർമുല്ല, പരിശോഭിതമാണ് നബിയുള്ളാഹ് പരിൽ പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹ്. പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായോരസർമുല്ല, പരിശോഭിതമാണ് നബിയുള്ളാഹ് പരിൽ പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ മകനായ ശീത്ത് നബി അലൈഹിസ്സലാമിനോട് നടത്തുന്ന ഉപദേശത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മോനെ, അക്സിർ ദിക്റ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹബീബിൻ്റെ നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണേ. മുത്തുനബി തങ്ങൾ വല്ലാതെ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കണേ. ആ പരിശുദ്ധമായ ജീവിതത്തെ ഒരിക്കലും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോവാതെ സൂക്ഷിക്കണമേ. ആ വിശുദ്ധമായ പ്രകാശിതമായ നാമത്തെ പൊന്നുമോനെ നിന്റെ ഇടനെഞ്ചിൽ നീ എപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കണമേ. ആ വിശുദ്ധമായ മുഹമ്മദ് എന്ന പവിത്ര നാമത്തിൻ്റെ സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഉടനീളം നീ നിലനിർത്തേണമേ. കാരണം എന്താണെന്നറിയോ? വാനലോകത്തുകൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഈ മുത്തുനബിയെ ഓർക്കാത്തവരായി ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ മാലാഖമാരിൽ ഈ ഹബീബിനെ ഓർമ്മിക്കാത്തവരായി, ഈ ഹബീബിനെ കുറിച്ച് പറയാത്തവരായി മലക്കുകളെ ആരെയും ഞാൻ കണ്ടില്ല. വാനലോകത്തെ അത്ഭുത ലോകങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കൂത്തിയായ പ്രകാശ ലോകങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഈ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ നാമം എഴുതി വെക്കാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല. മലക്കുകളുടെ നെറ്റിത്തടത്തിൽ, ഹൂർലീങ്ങളുടെ മാറിടത്തിൽ, സ്വർഗത്തിലെ സുന്ദരമായ മണിമാളികകളുടെ ചുമർക്കെട്ടുകളിൽ, സിദ്റത്തുൽ മുൻതഹായുടെ പ്രകാശം പൊഴിക്കുന്ന ഇലകളിൽ, സ്വർഗത്തിലെ തൂബച്ചെടികളുടെ സുഗന്ധ പരിമളം പരത്തുന്ന പരിശുദ്ധമായ ഇലകളിലും തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് മുഹമ്മദ് എന്ന പവിത്രമായ നാമമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ രാജകീയ സിംഹാസനമായ അർശിൽ പോലും ഈ ഹബീബിൻ്റെ പരിപാവന നാമം പരിലസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മോനെ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനോട് നൽകുന്ന ഉപദേശത്തിൽ കാണാൻ കഴിയും. ഏഴാകാശക്കൊട്ടാരങ്ങളിൽ അന്തപുരത്തിനലങ്കാരം, അവിടമേലൊഴുകും അൻഹാറുകളുടെ അഴകലയായി മീമടയാളം, സ്വർഗ കവാടം സുരഭിലമാക്കും സുന്ദരലിപിയാണീ നാമം, സിദ്റാ മുൻതഹ ഷജറത്തിൻ്റെ ഇലയിൽ കൊത്തിയ ശുഭനാമം, പറുദീസകളിലെ തൂബച്ചെടിയുടെ നറുമണമാണേ പൊന്നാമം, രാജസുലൈമാൻ നബിയുടെ കയ്യിലെ മോതിരമാണേ പൊന്നാമം, ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രാജകീയമായ മുദ്ര പോലും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പവിത്രമായ നാമമാണ്. ഈ ലോകത്തു കഴിഞ്ഞുപോയ ഒരു പ്രവാചകരും അങ്ങയെക്കുറിച്ച് തങ്ങളുടെ സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ കടന്നുപോയിട്ടില്ലല്ലോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് എത്ര മഹാനാണ്, അങ്ങയെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആരാണ്? ഈ ഹറാമുകളെ കൊണ്ട് നിറഞ്ഞുപോയ, ഹറാമുകളുടെ കറകൾ വീണുപോയ ഞങ്ങളുടെ നാവുകൊണ്ട് അങ്ങയുടെ നാമമൊന്ന് ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? तू हकीकत है मैं सिर्फ एहसास हूँ, तू समुंदर में भटकी हुई प्यास हूँ, तू हकीकत है मैं सिर्फ एहसास हूँ, तू
तू समुंदर में भटकी हुई प्यास हो, मेरा घर खाक पर और तेरी रागुज़र, मेरा घर खाक पर और तेरी रागुज़र, सिदरतुल मुंतहा तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा. तू കുജാ, നബിയെ അങ്ങ് എവിടെയാണ്? മൻ കുജാ, ഞാൻ എവിടെയാണ്? അങ്ങ് എത്ര ഉന്നതങ്ങളിലാണ്, ഞാൻ എത്ര തരം താഴ്ന്നവനാണ്. അങ്ങ് എത്ര മഹാനാണ്, ഞങ്ങൾ എത്ര അധമരാണ്. അങ്ങൊരു യാഥാർത്ഥ്യമാണ്, ഞങ്ങൾ വെറും ഒരു മിഥ്യ മാത്രമാണ്. അങ്ങ് വെളിച്ചമാണ്, ഞങ്ങൾ നിഴൽ മാത്രമാണ്. അങ്ങൊരു സമുദ്രമാണ്, ആ സമുദ്രത്തിൽ നിന്ന് വെള്ളം തേടി വരുന്ന അങ്ങയുടെ ആശ്രിതർ മാത്രമാണ് ഞങ്ങൾ. മേരാ ഘർ ഖാക് പർ और तेरी रागुज़र, मेरा घर खाक पर और तेरी रागुज़र. ഞാൻ ജീവിക്കുന്നത്, എൻ്റെ വീടുള്ളത് ഈ വെറും മണ്ണിലാണെങ്കിൽ അങ്ങയുടെ സഞ്ചാരപഥം സിദ്റത്തുൽ മുൻതഹായിലാണല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൂ അമീരെ ഹറം मैं फ़क़ीरे आजम, तू अमीरे हरम मैं फ़क़ीरे आजम. അങ്ങ് ഹറമിൻ്റെ അമീറാണ്, അങ്ങ് ഹറമിൻ്റെ രാജാവാണ്, ഞാൻ വിദേശിയായ ഒരു അടിമ മാത്രമാണ്. അങ്ങ് എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി നൽകുന്ന കരുണയുടെ കടലാണ്, അങ്ങ് ദാതാവാണ്. എന്നാൽ ഞങ്ങളോ അങ്ങയുടെ അരികിൽ വന്ന് ചോദിക്കുന്ന യാചകർ മാത്രമാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.